ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് റൂട്ടീൻ കാണിച്ചു തരാം കേട്ടോ. രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ വാഷ് ബേസിക്ക് എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ബേസിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് രാവിലെ കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് വേസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ പാടെ ഒരു പാത്രത്തേക്ക് ആക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് കോളിഫ്ലവറും കൊണ്ട് ചില്ലി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നല്ലപോലെ എണ്ണ നമ്മുടെ അടുപ്പിലേക്കും ചുമരിക്കും ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തുടച്ച് നോക്കി, പിന്നെ കഴുകാമെന്ന് വിചാരിച്ചു. ചെറിയ എണ്ണമെഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉള്ളതുകൊണ്ട് ചുമരിലൊക്കെ എണ്ണ തെറിച്ചതിലേക്ക് ഉറുമ്പ് വേഗം വരട്ടെ, രാവിലേക്ക് ഫുൾ ഉറുമ്പാവും. അപ്പോൾ ഞാൻ ആദ്യം വീതനയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് നമ്മൾ വൈപ്പറും കൊണ്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഇനി അടുപ്പൊന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുപ്പ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി ഉണ്ട് കേട്ടോ, ഞാൻ അടുപ്പ് കഴുകാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് സോപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഉണങ്ങിയ തുണിയും കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല പോലെ കഴുകുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കഴുകാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ മുകളിലുള്ളതൊക്കെ ഞാൻ കഴുകാൻ വേണ്ടി വാഷ് ബേസിക്കിട്ടുണ്ട്. ചുമരൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പൊട്ടുന്ന പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ അടുപ്പിൻ്റെ മുകളിലുള്ളതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നമ്മുടെ വർക്ക് ഏരിയയിൽ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അടുപ്പിൻ്റെ 4 പുറമുള്ളത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരത്ത് കുറച്ച് വിറകൊക്കെ അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചോരി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ നേരെ വരുന്നത് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രാത്രി കണ്ടിട്ട് അടിച്ചു വരാറുള്ളത്, രാവിലെ പിന്നെ അടിക്കാൻ നിൽക്കാറില്ല, നേരെ തുടക്കുകയാണ് ചെയ്യാറുള്ളത്. തുടക്കൽ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെ പുറത്താണ് കേട്ടോ മുറമുള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മുറമൊക്കെ എടുത്തിട്ട് വന്ന് അതൊക്കെ കോരി കളഞ്ഞതിന് ശേഷം കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടേ കളഞ്ഞ് ആ പാത്രം കൂടി കഴുകാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെയാണ് വെക്കാറുള്ളത്, ഷോ പീസൊക്കെ അവിടെയിട്ട് വെക്കാറുള്ളത്. ബാക്കിയുള്ള അടുപ്പിൻ്റെ മുകളിലൊക്കെ ഞാൻ തുടച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേഗം തുരുമ്പ് പിടിക്കിട്ടത്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ബാക്കി പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെയുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ടിട്ടുള്ള പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയും കഴുകൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. എല്ലാ വീടുകളിലും തന്നെയായിരിക്കും വൈകുന്നേരത്തെ ഒരു റൊട്ടീൻ വരുന്നത്. അടുക്കളയൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് കടന്നാൽ പിന്നെ രാവിലെ നീക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് അടുക്കളയ്ക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ ആകെ പാത്രം കഴുകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമല്ലോ. പിന്നെ ഞാൻ വാഷ് ബേസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ. രാവിലെ പാത്രം കഴുകുമ്പോൾ ഉച്ചയ്ക്ക് പാത്രം കഴുകുമ്പോൾ ഒക്കെ വാഷ് ബേസ് കഴുകും. പക്ഷേ രാത്രിയാണ് ബ്രഷ് ഉപയോഗിച്ച് പൈപ്പും എല്ലായിടവും നല്ലപോലെ തേച്ച് കഴുകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തുണി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചുമരിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ തെറിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ തുടച്ചിട്ട് പിന്നെ ആ തുണി ഒന്നും കൂടി കഴുകിയിട്ട് ഞാൻ ഈ സ്ലാബിൽ തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലേക്ക് അത് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ വെള്ളം പോകുമ്പോഴൊക്കെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ കൈയൊക്കെ കഴുകി വാതിലൊക്കെ അടച്ചിട്ട് ഇനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് വെള്ളം കൂടി കുടിച്ച് പിന്നെ അത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെന്നുവെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.